നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് 100 രൂപയിൽ താഴെ മാത്രം വില വരുന്ന കുറച്ച് ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റുകളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോയിൻസ് കൂടാതെ കുറച്ചുകൂടെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു 4 ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റുകളെ പറ്റിയിട്ടാണ്, ഒരു ക്രിപ്റ്റോ ടോക്കൺസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ടും എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും എല്ലാം നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന 4 പ്രൊജക്റ്റുകളെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്നും ആ പ്രൊജക്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ പെട്ടെന്നൊന്നും പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിന് സമയം കളയണ്ട, ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ക്രിപ്റ്റോ സ്പേസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എക്സ്ചേഞ്ചുകളാണ്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ ആളുകളും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിലേക്കാണ് പോകുന്നത്. കാരണം എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. കാരണം അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആയാലും അല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനായാലും വിഡ്രോ ചെയ്യാനായാലും വളരെ എളുപ്പമായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ ആളുകളും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. സെൻട്രലൈസേഷൻ തന്നെ ഏറ്റവും വലിയൊരു ദോഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾക്ക് തീർച്ചയായിട്ടും ഒരു ഡിസഡ്വാൻറ്റേജസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. സോ വളരെ കുറഞ്ഞ ചെലവിൽ ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓർഡർ ബുക്ക് ബേസ്ഡ് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ വളരെ വേഗത്തിലും എളുപ്പത്തിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന എത്തേറിയം നെറ്റ്വർക്കിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് ലൂപ്രിംഗ്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളുടെയും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളുടെയും ഗുണങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അവരുടെ ഇൻഎഫിഷ്യൻസീസ് എല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രോട്ടോകോൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലൂപ്രിങ്ങിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ആശയമാണ് ക്രിപ്റ്റോ കറൻസികൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ നിന്നും ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിലേക്ക് മാറുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. നമ്മൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി നമ്മൾ ഇത്രയധികം സ്നേഹിക്കാനും ഇത്രയധികം വിശ്വസിക്കാനും കാരണമായിട്ടുള്ളത് അതിൻ്റെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ലൂപ്രിംഗ് പോലുള്ള വളരെ വേഗത്തിലും എളുപ്പത്തിലും ഹൈ എഫിഷ്യൻറ്റ് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന പ്രൊജക്റ്റുകൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഭാവിയിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ലൂപ്രിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ തന്നെയാണ്. നമുക്കതിൻ്റെ പ്രൈസ് അനാലിസിലേക്കും കാര്യങ്ങളിലേക്കും കടക്കാം. കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 76ാം റാങ്കിൽ നിൽക്കുന്ന ഒരു ടോക്കണാണ് ലൂപ്രിങ്ങിൻ്റെ LRC എന്ന് പറയുന്ന ടോക്കൺ. അതിൻ്റെ കറണ്ട് പ്രൈസ് നോക്കുകയാണെങ്കിൽ വെറും 70 രൂപ മാത്രമാണ് അതിൻ്റെ കറണ്ട് പ്രൈസ് വരുന്നത്. അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ 291 രൂപയാണ്. ഓക്കെ, അപ്പോൾ 291 രൂപയിൽ നിന്ന് ഏകദേശം 70 രൂപയിലേക്ക് വളരെ നല്ല രീതിയിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. എല്ലാ കോയിൻസിനെയും പോലെ തന്നെ ബിറ്റ് കോയിൻ ആയാലും മറ്റുള്ള ഓൾട്ട് കോയിൻസിനായാലും എല്ലാ കോയിൻസിനെയും പോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു കോയിനാണ് ലൂപ്രിംഗ് എന്ന് പറയുന്നത്. ഏകദേശം കഴിഞ്ഞ 24 ഹവറിൽ ഏകദേശം 10% അത് ഉയർന്നിട്ടുണ്ട്. ലൂപ്രിങ്ങിൻ്റെ പ്രൈസ് ഉയർന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ചാർട്ടിലേക്ക് പോവാം. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ലൂപ്രിങ്ങിൻ്റെ USDT പെയറിലുള്ള ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ബൈനാൻസിലെ ഒരു ചാർട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓൾ ടൈം ഹൈ പ്രൈസിൽ നിന്ന് ഏകദേശം 78% ഒരു ഡൗൺ മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ലൂപ്രിങ്ങിൻ്റെ കാര്യത്തിൽ. ആൻഡ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഒരുപാട് തവണ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഏരിയയാണ്. അതിനുശേഷം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു ഓൾ ടൈം ഹൈ പ്രൈസിലേക്ക് ലൂപ്രിങ്ങിൻ്റെ പ്രൈസ് എത്തിയിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും പ്രൈസ് ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസിന് ഒരു റിജക്ഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് പോകാനായിട്ട് ലൂപ്രിങ്ങിൻ്റെ പ്രൈസിന് സാധിക്കുന്നില്ല, അവിടുത്തെ സെല്ലേഴ്സിന് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് ടൈമിലേക്ക് ലൂപ്രിങ്ങിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള റിജക്ഷൻ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ ലോങ് ടൈമിലേക്ക് നമ്മളിവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഓൾ ടൈം ഹൈ പ്രൈസിലേക്ക് തിരിച്ച് ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിലേക്ക് ലൂപ്രിങ് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 305% പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏകദേശം 3 ഇരട്ടിയോളം പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, തീർച്ചയായിട്ടും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ലൂപ്രിംഗ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ലോങ് ടൈമിലേക്ക് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉള്ള, നമുക്ക് പ്രോഫിറ്റ് കിട്ടാനായിട്ട് ചാൻസ് ഉള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ലൂപ്രിംഗ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുക, അതിനുശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ രണ്ടാമത്തെ കോയിൻ എന്ന് പറയുന്നത് ഗ്രാഫ് എന്ന് പറയുന്ന കോയിനാണ്. ഓൾറെഡി ഗ്രാഫിനെ പറ്റിയിട്ട് നമ്മൾ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഫണ്ടമെൻ്റലി സ്ട്രോങ്
ആയിട്ടുള്ള നമുക്ക് ലോങ് ടൈമിലേക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് തരാനായിട്ട് ചാൻസ് ഉള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. 2018 ഗ്രാഫ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. എതേറിയം ബ്ലോക്ക് ചെയിൻ ഉൾപ്പെടെയുള്ള പല ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കുകളിലും ഉപയോഗിക്കുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് ഇൻഡെക്സിംഗ് പ്രോട്ടോക്കോളാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. എതേറിയം കൂടാതെ പോളിഗൺ, ഫാൻഡം, അവലാഞ്ച്, സെലോ തുടങ്ങി പല നെറ്റ്വർക്കുകളിലും ഈ ഒരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രാഫ് QL എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻ്റർനെറ്റിലുള്ള കാര്യങ്ങളൊക്കെ അറിയാറുണ്ട്, നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എതേറിയം ഉൾപ്പെടെയുള്ള പല ബ്ലോക്ക് ചെയിനുകളിലെയും കാര്യങ്ങളും ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഈ ഗ്രാഫ് എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ ഒരു നേറ്റീവ് ടോക്കണാണ് GRT എന്ന് പറയുന്നത്. ഈ ഒരു GRT എന്ന് പറയുന്ന ടോക്കണിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതും ഒക്കെ. അപ്പോൾ GRTയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 60ാം റാങ്കിൽ നിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണ് GRT എന്ന് പറയുന്നത്, ഗ്രാഫ് എന്ന് പറയുന്നത്. അതിൻ്റെ കറൻറ്റ് പ്രൈസ് വെറും 27 രൂപ മാത്രമാണ്. അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് 135 രൂപയാണ്. ഓക്കെ, അപ്പോൾ 135 രൂപയിൽ നിന്ന് 27 രൂപയിലേക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഇപ്പോൾ 27 രൂപയിലാണ് GRT എന്ന് പറയുന്ന ആ ഒരു ടോക്കൺ നിൽക്കുന്നത്. കഴിഞ്ഞ 24 ഹവറിൽ ഏകദേശം 5% ഉയർച്ച ഈ ഒരു GRT എന്ന് പറയുന്ന ടോക്കണിൻ്റെ പ്രൈസിലുണ്ടായിട്ടുണ്ട്. സോ നമുക്ക് നേരെ അതിൻ്റെ ചാർട്ടിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് GRTയുടെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള USDT പെയറിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്, ബൈനാൻസിലെ ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് നല്ല ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണിൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയായിരിക്കും നമ്മളൊരു എൻട്രി എടുക്കുന്നത്, ലോങ് ടൈമിലേക്ക് ഒരു എൻട്രി എടുക്കുന്നത്. ഓക്കെ, വളരെ ഗംഭീരമായിട്ടുള്ള സപ്പോർട്ട് ഏരിയയിലാണ് ഗ്രാഫിൻ്റെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് 0.2 മുതൽ 0.4 വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഏരിയയാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയായിരിക്കും നമ്മളൊരു എൻട്രി എടുക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വേണമെങ്കിൽ ഈ ഒരു 1.1 എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ലോങ് ടൈമിലേക്കാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് തന്നെ നമുക്കൊരു ടാർഗറ്റായിട്ട് വെക്കാവുന്നതാണ്. കാരണം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോക്കൺ തന്നെയാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ലോങ് ടൈം ടാർഗറ്റായിട്ട് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം 347% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് എത്തിയത് തന്നെ, അതായത് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ ഗ്രാഫിൻ്റെ പ്രൈസ് എത്തിയാൽ നമുക്ക് 340% പ്രോഫിറ്റ് നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ തന്നെയാണ് GRT എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തുക, അതിനുശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ മൂന്നാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അൽഗോറാണ്ട് ആണ്. തീർച്ചയായിട്ടും അൽഗോ എന്ന് പറയുന്ന ടോക്കണിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അൽഗോറാണ്ട് എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഓറിയൻറ്റഡ് പ്ലാറ്റ്ഫോമാണ്, നമ്മുടെ എതേറിയം ഒക്കെ പോലെ തന്നെ. അൽഗോറാണ്ട് ടീം അവകാശപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പ്രൊജക്റ്റിനെ മറ്റുള്ള പ്രൊജക്റ്റുകളിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്നത്. കൂടുതൽ സെക്യൂരിറ്റി അവർ അവകാശപ്പെടുന്നുണ്ട്, കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് വളരെ കുറവാണ് എന്നുള്ള കാര്യങ്ങളും അവർ അവകാശപ്പെടുന്നുണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് മറ്റുള്ള പ്രൊജക്റ്റുകളിൽ നിന്നും അൽഗോറാണ്ടിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്. നമുക്കറിയാം ബിറ്റ്കോയിൻ്റെയും മറ്റുള്ള പല ബ്ലോക്ക് ചെയിനുകളുടെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡ്രോബാക്ക് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. സോ ആ സ്ലോ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിനും കാര്യങ്ങൾക്കെല്ലാം ഒരു പ്രതിവിധിയായിട്ട് ട്രാൻസാക്ഷൻസ് എല്ലാം വളരെ വേഗത്തിലാക്കാനും അതിൻ്റെ എല്ലാം എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അൽഗോറാണ്ട് എന്ന് പറയുന്ന പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്യുവർ ആയിട്ടുള്ള പ്രൂഫ് ഓഫ് സ്റ്റേക്ക് കോൺസെൻസസ് പ്രോട്ടോക്കോൾ ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ വളരെ ലോ ആയിട്ടുള്ള ഫീൽഡ് നമുക്ക് നടത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. 2019 അൽഗോറാണ്ടിന്റെ മെയിൻ നെറ്റ് ലൈവ് ആവുന്നത്. 2020 അവസാനമാകുമ്പോഴേക്കും 1 മില്യൺ ട്രാൻസാക്ഷൻസ് പെർ ഡേ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഗോറാണ്ട് നിൽക്കുന്നത് 30ാം റാങ്കിലാണ്. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 30ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് അൽഗോറാണ്ട് എന്ന് പറയുന്നത്. 56 രൂപയാണ് ഇതിൻ്റെ കറൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ 216 രൂപയാണ്. ഓക്കെ, അപ്പോൾ 216 രൂപയിൽ നിന്ന് വളരെ നല്ല രീതിയിൽ താഴേക്ക് വന്ന് 56 രൂപയിലാണ് ഇപ്പോൾ അൽഗോറാണ്ട് നിൽക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഏകദേശം 5.51% ഉയർച്ച അൽഗോറാണ്ടിൽ ഉണ്ടായിട്ടുണ്ട്. ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് അൽഗോറാണ്ടിൻ്റെ ഒരു USDT പെയറിലുള്ള ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, അതായത് 0.7 എന്ന് പറയുന്ന 0.7 മുതൽ 0.68 വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ പല സമയത്തും ഈ ഒരു ഏരിയ പ്രൈസിന് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്.
ആൻഡ് ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെറിയ ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ അവിടെ ഫോം ആവും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ലോങ് ടൈമിലേക്ക് ആയാലും ഷോർട്ട് ടൈമിലേക്ക് ആയാലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എങ്കിൽ മാത്രമേ അൽഗോറാൻഡിലുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു 1.49 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് തന്നെ നമുക്ക് ഒരു ടാർഗറ്റ് ആയിട്ട് വെക്കാവുന്നതാണ്. ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിലേക്ക് പ്രൈസ് എത്തുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പുതിയ ഓൾ ടൈം ഹൈ അൽഗോറാൻഡിൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 209% പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതായത് നമ്മൾ എത്രയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു 2 ഇരട്ടിയോളം പ്രോഫിറ്റ് നമുക്ക് അൽഗോറാൻഡ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നതായിരിക്കും. സോ വളരെ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ തന്നെയാണ് അൽഗോറാൻഡ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് ലോങ് ടൈമിലേക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് അൽഗോറാൻഡ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തുക, അതിനുശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ 4ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഫാൻഡം എന്ന് പറയുന്ന പ്രൊജക്റ്റാണ്. FTM എന്ന് പറയുന്ന ടോക്കൺ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ട്രേഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കും. ഇദ്ദേഹത്തിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസിനും ഡിജിറ്റൽ അസറ്റുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ട് പ്ലാറ്റ്ഫോമാണ് ഫാൻഡം എന്ന് പറയുന്നത്. നമുക്കറിയാം ഒട്ടുമിക്ക എല്ലാ പ്രൊജക്റ്റുകളും മറ്റുള്ള ബ്ലോക്ക് ചെയിനുകളുടെ ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള മറ്റുള്ള ബ്ലോക്ക് ചെയിനുകളുടെ പ്രധാനമായിട്ടുള്ള ഒരു 3 പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ 3 പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ 1 സെക്യൂരിറ്റിയാണ്, 2 സ്കേലബിലിറ്റിയാണ്, 3 ഡീസെൻട്രലൈസേഷനാണ്. പ്രധാനമായിട്ടും ഫാൻഡം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ഈ 3 കാര്യങ്ങൾ തന്നെയാണ്. സ്കേലബിലിറ്റിയിലും സെക്യൂരിറ്റിയിലും ഡീസെൻട്രലൈസേഷനിലും തന്നെയാണ് ഫാൻഡം കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഒരുപാട് ബ്ലോക്ക് ചെയിനുകൾക്കുള്ള ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടൊരു പ്രൊജക്റ്റ് വരിക, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് അവിടെ പച്ച പിടിക്കാനായിട്ട് അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് വളരെ വലിയ രീതിയിൽ ഗ്രോ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ അവിടെ കൂടുതലാണ്. ആ ഒരു സാധ്യത തന്നെയാണ് നമുക്കിവിടെ ഫാൻഡത്തിൻ്റെ കാര്യത്തിലുള്ളത്. പ്രധാനമായിട്ടുള്ള ഈ 3 പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഫാൻഡം വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ലോങ് ടൈമിലേക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഫാൻഡം എന്ന് പറയുന്നത്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 42 റാങ്കിൽ നിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഫാൻഡം എന്ന് പറയുന്നത്. FTM എന്ന് പറയുന്നത് കറണ്ട് പ്രൈസ് 87 രൂപയാണ്. ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ 265 രൂപയാണ്. ഓക്കെ, 265 രൂപയിൽ നിന്ന് 87 രൂപയിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഫാൻഡത്തിനുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഏകദേശം 5.9% ഉയർച്ച ഫാൻഡത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കതിൻ്റെ ചാർട്ടിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫാൻഡത്തിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള USDT പെയറിലുള്ള ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്. മറ്റ് 3 പ്രൊജക്റ്റുകളിലും കണ്ടപ്പോൾ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഫാൻഡം ഇപ്പോൾ നിൽക്കുന്നത്. അതായത് 0.9 മുതൽ 1.09 വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഫാൻഡത്തിൻ്റെ കാര്യത്തിൽ. സോ ആ ഒരു ഏരിയയിലാണ് ഫാൻഡം ഇപ്പോൾ നിൽക്കുന്നത്. മാത്രമല്ല നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും വളരെ നല്ല രീതിയിലുള്ള ഒരു ഡൗൺ ട്രെൻഡ് ആണ് ഫാൻഡത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. സോ നമുക്ക് ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ടുള്ളത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ലോങ് ടൈമിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഫാൻഡത്തിലുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടാർഗറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഓൾ ടൈം ഹൈ തന്നെയാണ്. അതായത് 3.30 എന്ന് പറയുന്ന ആ ഒരു ഓൾ ടൈം ഹൈ ഏരിയ തന്നെയാണ്. ഏകദേശം 174% പ്രോഫിറ്റ് നമുക്ക് ഫാൻഡം ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺസ് തരാനായിട്ട് സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഫാൻഡം എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് തീർച്ചയായിട്ടും നടത്തണം, അതിനുശേഷം മാത്രം ഒരു തീരുമാനം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ 100 രൂപയ്ക്ക് താഴെ മാത്രം വില വരുന്ന ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു 4 പ്രൊജക്റ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ യാതൊരു തരത്തിലും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് ഈ ഒരു വീഡിയോ എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുക. അതിന് ഹെൽപ്ഫുൾ ആകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം.